CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ MLA മുകേഷിനെതിരെ രൂക്ഷമായ വിമർശനം. മുകേഷിനെതിരായ പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. വനിതാ അംഗങ്ങളടക്കം ഭൂരിപക്ഷം പേര് മുകേഷിനെതിരെ വിമർശനമുയർത്തി. പരാതി അതീവ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നു. പ്രശാന്ത്, കൊല്ലം ജില്ലയിൽ അതിരൂക്ഷമാണ് പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ചും CPM-നുള്ളിൽ അവരുടെ സ്വന്തം MLA കൊല്ലം MLA M മുകേഷിനെതിരെ ഉയരുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വനിതകളടക്കമുള്ള നേതാക്കൾ മുകേഷിനെതിരെ ശക്തമായി രംഗത്ത് വന്നു എന്നുള്ള വാർത്തയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? പ്രശാന്ത്, വിനോദ്, അല്പസമയം മുമ്പാണ് കൊല്ലത്ത് CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞത്. ആ CPM സെക്രട്ടേറിയറ്റിലാണ് നടനും കൊല്ലത്ത് MLA-യുമായ മുകേഷിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഈ പീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വനിതാ അംഗങ്ങളും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അംഗങ്ങളും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. നടപടി ഉണ്ടാകണമെന്ന അടക്കം ഉള്ള രീതിയിൽ ആണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പരാതി ഗൗരവകരമാണ്, കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. CPM-ന്റെ ഭാഗത്തു നിന്നാലും ശരി, ഒരു അംഗത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അനുഭവം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യവും ഉയർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഭൂരിപക്ഷം അംഗങ്ങളും മുകേഷിനെതിരായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഏറ്റവും പുതിയതായ ഒരു ആരോപണം കൂടി വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ രണ്ടുപേരാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നത്. അതിന് കൂടാതെയാണ് ഇന്ന് രാവിലെ കൂടി മറ്റൊരാൾ കൂടി ആരോപണം ഉന്നയിച്ച് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു MLA-ക്ക് എതിരെ തുടരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല എന്നടക്കമുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. നേരത്തെയും മുകേഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്ര കാര്യമായി എടുത്തില്ല. പക്ഷേ ഇത് അങ്ങനെ തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ഈ സമീപനം, ഇത്തരമൊരു സമീപനം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്നും പറയുന്നു. ഏതായാലും രൂക്ഷമായ ഭാഷയിലാണ് മുകേഷിനെ കൊല്ലത്ത് വിമർശനം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്ത് CPM-ന്റെ സെക്രട്ടേറിയറ്റ് അല്പസമയം മുമ്പാണ് ചേർന്ന്. ആ സെക്രട്ടേറിയറ്റിലാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. എല്ലാ അംഗങ്ങളും, അതായത് ഇതിൽ 3 മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള, രാധാമണി അടക്കമുള്ള 3 വനിതാംഗങ്ങളും ഉണ്ടായിരുന്നു. ആ വനിതാംഗങ്ങളും ശക്തമായ ഭാഷയിൽ വിമർശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് പാർട്ടി മുകേഷിന് സംരക്ഷണം ഒരുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വിമർശനങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന സമിതിയിൽ അടക്കം ആരും ഇതിനെതിരെ പ്രതികരിച്ചില്ല. എന്നാൽ പാർട്ടി സമ്മേളനം, അതായത് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു വന്ന ജില്ലാ സെക്രട്ടറി സുദേവൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല. അതായത് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ അത്ര സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന അംഗങ്ങൾ അടക്കമുള്ളവരും മുകേഷിനെതിരെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം അയച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു നടപടിക്രമം അനുസരിച്ച് എന്തെങ്കിലും ശാസന വരാനുള്ള സാധ്യതയുണ്ടോ? മുകേഷിനെ എന്തെങ്കിലും ശാസിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം തുടരുന്ന ഏതെങ്കിലും കമ്മിറ്റികൾ, പ്രത്യേകിച്ചും സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ, പ്രത്യേകിച്ചും നേരത്തെ ഷാജിയൻ കരുൺ പറഞ്ഞു, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുക, അതേപോലെ തന്നെ ശാസിക്കുക തുടങ്ങിയ നടപടികൾ പ്രതീക്ഷിക്കാമോ? എന്തായാലും MLA സ്ഥാനം ഒന്നും രാജിവെക്കാൻ വഴിയില്ല, കാരണം ഇനി 1 വർഷം കൂടിയൊക്കെ ശേഷിക്കുന്നുള്ളൂ. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ തിരിച്ചടിയും ഉണ്ടാകും എന്നുള്ളൊരു ഭയവും CPM-നുണ്ടല്ലോ. അപ്പോൾ മുകേഷിനെതിരെ എന്ത് നടപടിക്കായിരിക്കും സാധ്യത, പ്രശാന്ത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺക്ലേവ് നടക്കം മുകേഷിനെ മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു രീതിയിൽ, അതായത് ഈ കേവലം നേരത്തെ ഒരു ആരോപണമായിരുന്നെങ്കിൽ അതിപ്പോൾ പരാതിയായി മാറുകയും കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരം സമീപനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് നിലവിൽ ഒന്നും പറഞ്ഞിട്ടെങ്കിൽ പോലും ശക്തമായൊരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഈ അഭിപ്രായം ഉയർന്നു വന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ രാജിവെച്ചുകൊണ്ട് തീരുമാനം, അല്ലെങ്കിൽ വെക്കണമെന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും എല്ലാം പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പല കാരണത്തിൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അഴിമതികളിലടക്കം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ്, അതായത് രാജിവെച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കുമെന്നോ അല്ലെങ്കിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടപടിയിലേക്ക് CPM കടക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതിന് ഒരു
നടപടി ഉണ്ടാക്കണമെന്നൊരു ആവശ്യവും ഉയർന്നു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീയല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിരവധി സ്ത്രീകൾ ഇപ്പോൾ മുകേഷിനെതിരായ ആരോപണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. കേവലം ഒരു നടൻ മാത്രമല്ല മുകേഷ് എന്നതാണ് CPM-ന്റെ ഒരു ഉന്നത നേതാവ്, അതായത് MLA കൂടിയാണ്, നേരത്തെ MP സ്ഥാനത്ത് മത്സരിച്ച ആൾ കൂടിയാണ്. അത്തരത്തിൽ ഉള്ള ഒരാൾക്കെതിരെ കൂടി ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ, അത് ആ ആരോപണത്തിന് മേൽ ഒരു പരാതിയായി വരുമ്പോൾ ആ പരാതിയിൽ കടുത്ത നടപടി ഉണ്ടാക്കണമെന്നാണ് ആവശ്യവും ഉയർന്നു വരികയാണ്. വിനോദ്, തീർച്ചയായും ശക്തമായ വിമർശനങ്ങളാണ് മുകേഷിനെതിരെ കൊല്ലം ജില്ലാ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. വനിതാ അംഗങ്ങളടക്കം മുകേഷിനെതിരായി ഉയരുന്ന പരാതിയിൽ വലിയ ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുന്നത്. മുകേഷിനെതിരെ ഇനി പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.